അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം. എല്ലാവർക്കും ഫാത്തിമ സിനിമകളിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊന്ന് ചാലിയം പോയിട്ട് രണ്ടാം ഭാഗമാണ് കേട്ടോ വീഡിയോ. അപ്പം ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ വേറൊരു ഭാഗത്തുണ്ട് കടലിലേക്ക് ഈ കല്ല് വന്നിട്ടുള്ളൊരു ഭാഗം, പാറയല്ല, വെട്ടുകല്ല് ഇങ്ങനെ വന്നിട്ടുള്ളൊരു പാറ പോലെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ അതിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ പോണ വഴിക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടന്നു പോവാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിട്ട് കേട്ടോ. അപ്പം പിന്നെ സലുണ്ട്, പിന്നെ ജെസ്സിയുണ്ട്, അതുകൊണ്ട് സപ്തുട്ടി മക്കളും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ കുറച്ചിങ്ങനെ നല്ല രസമാട്ടോ, കുറച്ചിങ്ങനെ നടന്നു പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, അതായത് ഒരു വലിയ കമ്പനീൻ്റെ സ്ഥലമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയാണ്. ആ ഭാഗത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഈ കക്ക ഉണ്ടല്ലോ, കടുക്ക, അത് പെറുക്കിയെടുക്കട്ടോ കല്ലുമെന്ന് ഫ്രീ ആയിട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയില്ലല്ലോ അങ്ങനെ ഒരു സംഭവമുള്ളൂ. ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ ഒരു കവറും, പിന്നെ അത് 1-2 കവറും കയ്യിൽ പിടിക്കുക. ഒരു സ്ക്രൂ ഡ്രൈവറോ കത്തി കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. സ്ക്രൂ ഡ്രൈവറൊക്കെ ആണ് ഓരോരുത്തരെ കയ്യിൽ കണ്ടത്. അതിനോട് കുത്തി ഇളക്കിയാണ് എടുക്കുന്നത്. പാറയിൽ പറ്റി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ശാന്തമായ കടൽ അല്ലേ? ഈ കടലല്ലേ കുറച്ച് ദിവസം മുന്നേ 4-5 ആൾക്കാർ നീന്താനിറങ്ങിയപ്പോൾ നമ്മളെ കോഴിക്കോട് തന്നെ ഏതോ ഭാഗത്ത് വെച്ചിട്ട് ഇതിൽ തിരമാലയിൽ പെട്ടുപോയതില്ലേ ഒക്കെ വല്ലാത്ത സംഭവങ്ങൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ തന്നെ കാണാം. നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കുളിക്കാൻ ഇറങ്ങി. ഞാൻ മുന്നോട്ട് വെള്ളത്തിലോട്ട് പോകും, കുറേ അങ്ങോട്ട്. അങ്ങനെ അധികം അങ്ങോട്ട് പോകുമ്പോൾ ഈ വലിയ തിരകളൊക്കെ വരുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണങ്ങ് ഒഴുകി പോവുകയാണല്ലോ ചെയ്യുക. അപ്പം നമ്മൾ അതിലേക്ക് ഷൂയിലേക്ക് വിൽക്കുമ്പോഴാണല്ലോ അപകടം പറ്റുക. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വിധിയാണെങ്കിലും നമ്മളും കുറച്ചൊക്കെ കരുതണമല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ അവരോട് ചോദിച്ചപ്പം ചൂണ്ട തന്ന് അങ്ങനെ ഞങ്ങളും വീഡിയോ എടുക്കാൻ വേണ്ടി ചൂണ്ട ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഇതന്നെ. നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ തോട്ടിൽ ഇങ്ങനെ ചൂണ്ട ഇട്ട ഒരു ഓർമ്മയൊക്കെ അല്ലേ നമുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ചൂണ്ടയൊക്കെ ഇട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കല്ല്. പാറയല്ല, വെട്ടുകല്ലിനെയാണ് സംഭവം വരുന്നത്. പാറ പോലെ വലിയ ഒരു വെട്ടുകല്ലിങ്ങനെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ വെള്ളത്തിലേക്കായിട്ട്. അപ്പം അതിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്നും അങ്ങനെ തിര വരുന്നില്ല കേട്ടോ. ഈ ഭാഗത്താണ് ഈ കക്കകൾ, കടുക്ക സംഭവം കണ്ടോ. ഇതൊക്കെ കടുക്കകളാണ് കേട്ടോ. ഈ കറുപ്പ് കളറിൽ നിങ്ങൾ കാണുന്നത് അതിങ്ങനെ അയിമൽ പറ്റി പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പൂട്ടിയാണിപ്പോൾ ചൂണ്ട ഇടുന്നത്. പിന്നെ കുറേ മക്കൾ ഈ കടൽ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കണ്ടോ. ഈ കല്ലുകൾ നിറയെ ഈ കക്കയാണ്, ഈ കല്ലുമക്കായാണ് കേട്ടോ. ഈ ഭാഗത്ത് മൊത്തം ഒരുപാടുണ്ട്. ഇതിങ്ങനെ കുത്തി ഇളക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഒരു കവറൊക്കെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ അതാണ് കേട്ടോ സംഭവം. നിങ്ങൾ കാണുന്നുണ്ടോ എന്തോരാ നോക്കിയേ. നമ്മൾ പറയല്ലേ വേസ്റ്റ് വെള്ളത്തിലാണ് ഈ കക്ക കടുക്ക ഉണ്ടാകുക. നാടിന്ന് പെറുക്കി അതിനായിട്ട് വന്ന് ഒരാൾ പെറുക്കി പറിച്ചെടുക്കുക. അപ്പം ഞാൻ അവരോട് ചെറിയതായതുകൊണ്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാൻ പറഞ്ഞു മൂപ്പരോട്. അപ്പം മൂപ്പര് കാണിച്ചു തന്നാണ് കേട്ടോ. ഇറച്ചി കുറച്ചേ ഉള്ളൂ, പക്ഷേ എന്താ പറയുക, നമ്മൾ തന്നെ ഇവിടുന്ന് പറിച്ചെടുക്കുമ്പോൾ പൈസയൊന്നും വേണ്ടല്ലോ. പക്ഷെ ഫ്രൈ ഒക്കെ വെക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ മൂപ്പര കയ്യിൽ? മൂപ്പര സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് നല്ല ഉറപ്പുള്ള സ്ക്രൂ ഡ്രൈവർ വേണം കേട്ടോ. മൂപ്പര് കാണിച്ചു തന്നത് അങ്ങനെ എടുത്ത് വേറെ ഒരു കൂട്ടരാണിത്. ഇവരും ഇവിടുന്ന് കുത്തിപ്പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഇത് എടുക്കാൻ വരുന്ന ആൾക്കാർ കുറേ വേറെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിങ്ങളായിരിക്കും എല്ലാവരും എടുക്കാൻ വന്നൊക്കെ തീർന്നില്ല, പക്ഷെ അത്രയും ഇഷ്ടം പോലെ ഈ ഓരോ ഭാഗത്ത് ഇതൊക്കെ ഉണ്ടാവും. വിശാലമായ ഈ കല്ലുകൾക്ക് മുകളിലൊക്കെ
ഈ സംഭവം ഉണ്ട് നിറയെ കണ്ടോ. അതൊക്കെ ഈ കടുക്കയാണ് കേട്ടോ. ഈ കറുപ്പ് കളറ് കാണുന്നത് മൊത്തം കടുക്ക കണ്ടോ പറ്റി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പുതിയ അറിവ് തന്നെയാണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് ഈ ബീച്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത് തന്നെ. കോഴിക്കോട് ബീച്ചിലാണ് നമ്മൾ സ്ഥിരമായിട്ട് പോകില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുകയാണ്. അപ്പോൾ മീൻ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ മീൻ മാർക്കറ്റിൽ പോയി നോക്കുമ്പോൾ രാവിലെ 7 മണിക്കാണ് മീൻ അവിടെ ബോട്ടിലൊക്കെ വരിക. ഇതിപ്പം വൈകുന്നേരമായല്ലോ. ഇത് രാവിലത്തെ മീനാണ്. പക്ഷേ ആ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മളതൊക്കെ കണ്ട് തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്